പെൻഡ്രൈവ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്യുക. സിസ്റ്റം ഓൺ ചെയ്യേണ്ട വിധം നമ്മൾ സാധാരണ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബൂട്ടബിൾ കയറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബൂട്ടബിൾ കയറുന്നത് ഓരോ സിസ്റ്റത്തിനും ഓരോ ബൂട്ടബിൾ ഓപ്ഷനാണ് ഉള്ളത്. ചില സിസ്റ്റത്തിന് F2 ആയിരിക്കും, ചില സിസ്റ്റം F4 ആയിരിക്കും, ചില സിസ്റ്റം F10 ആയിരിക്കും, ചിലത് F12 ആയിരിക്കും. അപ്പോൾ അത് ഏതാണെന്ന് നോക്കിയിട്ട് വേണം കൃത്യമായി അതിൽ കയറാൻ. ഇപ്പോൾ നമ്മളിവിടെ സിസ്റ്റം ഓൺ ആക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ബൂട്ടബിൾ മെനുവിലാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ ബൂട്ടബിൾ മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇതിനെ F2 ആണ് യൂസ് ചെയ്തത്. ഏസറിൻ്റെ സിസ്റ്റം ആയതുകൊണ്ടാണ് അത് F2 വന്നത്. ഇതിപ്പോൾ ബൂട്ടബിളിലാണ് വന്നിരിക്കുന്നത്. ബൂട്ടബിളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒരു ബൂട്ട് ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും മുകളിൽ. അപ്പം അത് നമുക്കൊന്ന് നോക്കാം. ആരോഗ്യം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബൂട്ട് ഓപ്ഷനിൽ വരും. ബൂട്ട് ഓപ്ഷൻ ഒന്നും കൂടെ ഞാൻ കാണിക്കാം. ഇതിൻ്റെ ബൂട്ട് ഓപ്ഷനിലാണ് നിൽക്കുന്നത്. ബൂട്ട് ഓപ്ഷനിൽ ഇരിക്കുകയാണ്. എല്ലാവർക്കും കാണാൻ തോന്നുന്നു. ബൂട്ട് ഓപ്ഷനിൽ നിൽക്കുന്നു. ബൂട്ട് ഓപ്ഷനിലാണ് ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന തോഷിബ ആയതുകൊണ്ടാണ് അവിടെ തോഷിബ കാണിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് കാണിക്കുന്നുണ്ട് തോഷിബ. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്തെടുത്തിട്ട് ശേഷമാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബൂട്ട് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഇപ്പോൾ കിടക്കുന്നത് ഉബണ്ടു ആണ്. ഉബണ്ടു മാറ്റി എന്താക്കണം, തോഷിബ എന്നാക്കി കൊടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ തോഷിബയിൽ നിന്ന് അതിൻ്റെ പെൻഡ്രൈവിൽ നിന്ന് എടുക്കുള്ളൂ. അപ്പോൾ അത് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, F4 കീ പ്രസ് ചെയ്യുക. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതേപോലെ സേവ് കോൺഫിഗറേഷൻ ചോദിക്കും, യെസ് കൊടുക്കുക. ഇപ്പം ഇതുപോലെ ഫസ്റ്റിൽ ട്രൈ ഉബണ്ടു എന്ന് പറഞ്ഞ കിടപ്പുണ്ടാവും. അതേപോലെ ഇൻസ്റ്റാൾ ഉബണ്ടു എന്ന് പറഞ്ഞ കിടപ്പുണ്ടാവും. ഇൻസ്റ്റാൾ ഫോർ പറഞ്ഞിട്ട് കിടപ്പുണ്ടാവും. ചെക്ക് ഡിസ്ക് ഫോർ ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെയാണ് വേണ്ടത്, ഇൻസ്റ്റാൾ ഉബണ്ടു എന്നുള്ളതാണ് വേണ്ടത്. സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറച്ച് മെനു ഒക്കെ ആദ്യം വരും. അത് വരുന്ന സമയത്ത് വീണ്ടും ഉബണ്ടുവിലേക്ക് വരും. ഇതേപോലെ സ്ക്രീനായിരിക്കും വരുന്നത്. ഉബണ്ടു എന്ന് പറഞ്ഞൊരു സ്ക്രീൻ വരും. ഈ ഉബണ്ടു എന്ന് പറഞ്ഞ സ്ക്രീൻ വരുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൂട്ടിൽ നിന്നുള്ള പെൻഡ്രൈവിൽ നിന്നുള്ളത് ബൂട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും. ഇതേപോലെ വിൻഡോയിൽ നമ്മൾ ആദ്യമേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അടുത്ത് കാണിക്കാം. ഇംഗ്ലീഷ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കണം. എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ചോദിക്കും കീബോർഡ് ലേഔട്ട് എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ കീബോർഡ് ലേഔട്ടും ഇതേപോലെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അതും എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അവിടെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ എന്ന് പറഞ്ഞു കൊടുക്കുക. അതിപ്പോൾ അവിടെ കൊണ്ടുവന്ന് മൗസ് പോയിന്റർ വെച്ചിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വയർലെസ് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. തൽക്കാലം അതിനകത്ത് വയർലെസ് ഒന്നും കണക്ട് ചെയ്യേണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു കണക്ട് ടു ദി വൈഫൈ നെറ്റ്വർക്ക് റൈറ്റ് നൗ എന്ന് പറഞ്ഞു കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ പിന്നെ അപ്ഡേറ്റ്സ് ആൻഡ് അതർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നോർമൽ ഇൻസ്റ്റലേഷൻ എന്നാണ് കൊടുക്കേണ്ടത്. ആദ്യത്തേതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. നോർമൽ ഇൻസ്റ്റലേഷൻ എന്നുള്ളതാണ് അവിടെ
നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നോർമൽ ഇൻസ്റ്റാളേഷൻ കൊടുക്കുക, കണ്ടിന്യൂ. അവിടെ വീണ്ടും താഴെ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് വീണ്ടും ചോദിക്കും ഇൻസ്റ്റാൾ ഉബണ്ടു 18.4.1 LTS അലോങ് സൈഡ് ഉബണ്ടു 18.4.2 LTS എന്ന് ചോദിക്കും. അവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ഉബണ്ടു മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഇറേസ് ഉബണ്ടു 18.4.2 LTS ആൻഡ് റീഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇറേസ് ഉബണ്ടു 18.4.2 അതല്ല വേണ്ടത്, 4.1 ആണ് നമ്മുടേത്. അപ്പോൾ അത് ചെയ്യുക. അവിടെ വെച്ചിട്ട് താഴെ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഓപ്ഷൻ വരും, റൈറ്റ് ദി ചേഞ്ചസ് ടു ഡിസ്ക് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അത് ഓക്കെ കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ കൊടുത്തിട്ട് നമ്മുടെ രാജ്യം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ഇന്ത്യയാണെങ്കിൽ ഇന്ത്യ, ഏത് രാജ്യമാണെന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ വെച്ചിട്ട് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊൽക്കട്ട എന്ന് എഴുതി വരും. കൊൽക്കട്ട നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ കൊൽക്കട്ട എന്ന് എഴുതി വരും. ഈ കൊൽക്കട്ട എന്നിട്ട് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. വേറെ അറിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ അറിയുമെന്നുള്ളത് നമ്മൾ എവിടെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് രാജ്യത്താണെന്നുള്ളതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അടുത്തത് ഹൂ അറിയും, നിങ്ങൾ ആരാണെന്നുള്ളത് ചോദിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു യൂസർ എന്ന പേരാണ് കൊടുക്കേണ്ടത്. യൂസർ, അതിന് പാസ്വേഡ് മറന്നു പോകാത്തൊരു പാസ്വേഡ് ആയിരിക്കണം കൊടുക്കേണ്ടത്. എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. അവിടെ നമ്മൾ യൂസർ എന്നുള്ളത് യൂസർ കൊടുത്തു, എന്നിട്ട് പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുത്തു. ഇത് രണ്ടും കൃത്യമായി കൊടുക്കണം. അത് ഒരു കാരണവശാലും പാസ്വേഡ് ഒരു കാരണവശാലും മറന്നു പോകുന്നതാകരുത്. പാസ്വേഡ് മിക്കവാറും പാസ്വേഡ് തന്നെ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. താഴെ കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കോപ്പിയും ഫയൽ എന്ന് പറഞ്ഞിട്ട് താഴെ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നുണ്ടാവും. നമുക്കിവിടെ കാണാം, കോപ്പിയും ഫയൽസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് കോപ്പി ഫയൽ ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂറൊന്ന്, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അത് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നല്ല സ്പേസുള്ള ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ, സ്പീഡുള്ള മെമ്മറിയൊക്കെ ആയിട്ടിരിക്കുന്നെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ മാറി വരും.
ഇപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ശേഷം റീസ്റ്റാർട്ട് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റീസ്റ്റാർട്ട് നൗ കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പെൻഡ്രൈവ് ആയിരുന്നു റിമൂവ് ചെയ്യാൻ ചോദിക്കും. പെൻഡ്രൈവ് റിമൂവ് ചെയ്തതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ലിനക്സ് 18.4.1 64 ബിറ്റ് നമ്മുടെ ലാപ്പിൽ ഇൻസ്റ്റാൾ ആയിരിക്കും. നോക്കാം എങ്ങനെ. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന പാസ്വേഡ് അവിടെ കൊടുക്കുക. പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലിനക്സിൽ കയറാൻ പറ്റും. ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ നമ്മുടെ ലിനക്സ് ഉബുണ്ടു 18.4.1 64 ബിറ്റ് ഇൻസ്റ്റാൾഡ് ആയതായിട്ട് കാണാം. താഴെ നോക്കാം. .4.1 64 ബിറ്റാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കാണാം. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ സ്കൂളിലെ ഏത് സിസ്റ്റം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളിലെ അല്ലാതെ ഏത് വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.